അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടിക്കാലം, അതായത് ശൈശവദശ കഴിഞ്ഞ് കടന്നതിൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വന്തം ഗ്രാമത്തിൽ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മാതാവിന് ആഗ്രഹമുണ്ടായി. അവർ കുട്ടിയോട് ആ അഭിപ്രായം പറഞ്ഞപ്പോൾ കുട്ടി യോജിക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടി മാതാവിനൊന്നിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ആ യാത്രയിൽ നമ്രൂദിൻ്റെ ആളുകൾ തങ്ങളെ കാണാനിടയാകുന്നത് ആപൽക്കരമായിരിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നതിനാൽ ഒരു രാത്രിയാണ് അവർ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആകാശം, പർവ്വതങ്ങൾ, വൃക്ഷാദികളായവ കണ്ടപ്പോൾ അവർക്കെല്ലാം ഒരു നിർമ്മാതാവ് ഉണ്ടായിരിക്കുമെന്നും തൻ്റെ നിർമ്മാതാവ് ഒരുപക്ഷെ സ്വന്തം പിതാവ് തന്നെയായിരിക്കുമെങ്കിൽ കൂടി ആ സാധനങ്ങൾക്കെല്ലാം നിർമ്മാതാവ് മറ്റാരെങ്കിലും ആയിരിക്കുമെന്നും ആ കുട്ടി ചിന്തിക്കുന്നു. ചില മൃഗങ്ങൾ മേഞ്ഞു തിന്നുന്നത് കണ്ടപ്പോൾ അവയെന്താണെന്ന് മാതാവിനോട് അദ്ദേഹം ചോദിക്കുകയും മാതാവ് അവ ഇന്ന ജീവികളാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവയുടെ സൃഷ്ടാവാരെന്ന് ചോദിച്ചു. സൃഷ്ടാവില്ലാതെ ഒരു സാധനവും ഉണ്ടാകുന്നില്ലെന്ന് മാതാവ് പറഞ്ഞു. എന്നാൽ പിന്നെ തൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് നബി ചോദിച്ചു. സ്വന്തം പിതാവായ ആസർ തന്നെയാണെന്ന് മാതാവ് മറുപടി പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ജിജ്ഞാസ പിന്നെയും മുമ്പോട്ട് നീങ്ങി. തൻ്റെ സൃഷ്ടാവ് പിതാവാണെങ്കിൽ പിതാവിൻ്റെ സൃഷ്ടാവ് ആരാണെന്നും നമ്രൂദ് രാജാവിൻ്റെ സൃഷ്ടാവ് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും, പ്രത്യേകിച്ച് സർവ്വലോകനാഥനായി അഹങ്കരിക്കുന്ന നമ്രൂദിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുമെല്ലാം ചോദിച്ചു കേട്ടപ്പോൾ മാതാവിന് ഭയം തോന്നി. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് മാതാവ് ഉപദേശിച്ചു. മറ്റൊരു നിവേദനം പറയുന്നത് നമ്രൂദിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ബാലൻ ചോദിച്ചിരുന്നു, നക്ഷത്രങ്ങൾ എന്ന് മാതാവ് മറുപടി പറഞ്ഞുവെന്നും. അപ്പോൾ നക്ഷത്രങ്ങളുടെ സൃഷ്ടാവ് ആരാണെന്ന് കുട്ടി ചോദിച്ചപ്പോൾ മാതാവിൻ്റെ മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ലെന്നുമാണ് കൂടുതൽ ബലപ്പെട്ട നിവേദനം. മറ്റൊരു നിവേദനം പറയുന്നത് ഇപ്രകാരമാണ്: ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചത് അദ്ദേഹത്തിന് 1 വയസ്സ് മാത്രം പ്രായമായിരുന്ന കാലത്തും ഗുഹയുടെ അകത്ത് വെച്ചുമായിരുന്നു. അപ്പോൾ മാതാവ് കുട്ടിയെ ഒരു അടിക്കുകയും മേലിൽ അങ്ങനെ ചോദിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. കുട്ടിയുടെ ഈ ചോദ്യങ്ങളെപ്പറ്റി മാതാവ് സ്വന്തം ഭർത്താവിനോട് സംസാരിച്ചുവെന്നും അപ്പോൾ പിതാവ് പുത്രനെ താക്കീത് ചെയ്തുവെന്നുമാണ് മറ്റൊരു നിവേദനത്തിൽ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയെ തെളിയിക്കുന്ന മറ്റൊരു നിവേദനം കൂടി പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് 7 വയസ്സായ കാലത്ത് ഒരിക്കൽ ഗ്രാമത്തിൽ പോയി. അന്ന് പശ്ചിമ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങിയ വ്യാഴ നക്ഷത്രത്തിന് അവിടുത്തെ ബഹുദൈവാര വിശ്വാസികൾ സാഷ്ടാംഗം ചെയ്യുന്നത് കാണുകയും ചെയ്തു. ആ നക്ഷത്രം തന്നെ ആയിരിക്കുമോ തൻ്റെയും നാഥനെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം സംശയിച്ചു. അങ്ങനെ ആ നക്ഷത്രം അസ്തമിക്കുന്നത് കണ്ടപ്പോൾ അസ്തമിക്കുന്ന ഒന്ന് സ്വന്തം രക്ഷിതാവായിരിക്കുമെന്ന് താൻ ധരിച്ചു പോയത് അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. 14 രാവിൽ ചന്ദ്രൻ ഉദിച്ചു കണ്ടപ്പോൾ ചന്ദ്രനെ ആരാധിക്കുന്നവർ അതിന് സാഷ്ടാംഗം ചെയ്തപ്പോൾ
ആ ചന്ദ്രൻ തന്നെയായിരിക്കും തൻ്റെ നാഥനെന്ന് അദ്ദേഹം ഊഹിച്ചു. എന്നാൽ ചന്ദ്രൻ ഉച്ചിയിൽ താഴുന്നത് കണ്ടപ്പോൾ അതും തൻ്റെ രക്ഷിതാവായി ആകാൻ ഇടയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതുപോലെ സൂര്യൻ ആരാധിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ നാഥനും സൂര്യൻ തന്നെയായിരിക്കുമെന്നും മറ്റുള്ളവരെ പോലെ താനും അതിനെയാണ് ആരാധിക്കേണ്ടതെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അന്തർദാനം ചെയ്യുന്ന ഒരു വസ്തുവെ ആരാധിക്കുന്നത് നിഷ്ഫലമാണെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ സത്യാന്വേഷണ പരീക്ഷണത്തെ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഇബ്രാഹിമിന് നാം നമ്മുടെ തെളിവുകൾ നോക്കി അറിയാനും അദ്ദേഹം ദൃഢവിശ്വാസികളിൽ ഉൾപ്പെടാനുമായി ആകാശഭൂമികളിലുള്ള വസ്തുക്കളെ കാണിച്ചു കൊടുത്തു. രാത്രി അദ്ദേഹത്തിന് മറവായപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. ഇത് എൻ്റെ നാഥനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അപ്രത്യക്ഷനായപ്പോൾ മറഞ്ഞു കളിയുന്നവ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ചന്ദ്രനെ ചക്രവാളത്തിൽ ഉദിച്ചു കണ്ടപ്പോൾ ഇത് എൻ്റെ നാഥനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് മറഞ്ഞപ്പോൾ എൻ്റെ നാഥൻ എനിക്ക് സന്മാർഗം കാണിച്ചു തന്നിരുന്നില്ലെങ്കിൽ ഞാൻ വഴിവിഴച്ച കൂട്ടരിൽ ഉൾപ്പെടുമായിരുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സൂര്യൻ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ ഇതെൻ്റെ രക്ഷിതാവാണ്, ഇത് ഏറ്റവും വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തിരിഞ്ഞു കളഞ്ഞപ്പോൾ ജനങ്ങളെ, നിങ്ങൾ കൂറുകൂട്ടുന്ന വസ്തുക്കളിൽ നിന്ന് ഞാൻ നിശ്ചയമായും ഒഴിഞ്ഞവനാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അദ്ദേഹം തുടർന്നു: തീർച്ചയായും ഞാൻ എൻ്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരോ അവൻ അനുസരണയുള്ളവനായി തിരിക്കുകയാണ്. ഞാൻ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനുമല്ല. ഗുഹയിൽ നിന്ന് പോന്നതിൽ പിന്നെ ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളുടെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തെ നമ്രൂദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവിന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അടക്കാനാകാത്ത കോപവും താപവും ഉണ്ടായെന്ന് പറയേണ്ടതില്ലല്ലോ. ബാലനെ അയാൾ തുറിച്ചു നോക്കി. കുട്ടി ഒന്നും ഭയപ്പെടാതെ അങ്ങോട്ടും തുറിച്ചു നോക്കി. നമ്രൂദ് വളരെ അന്തസ്സോടും അകമ്പടിയോടും കൂടി അത്യുന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടപ്പോൾ അതാരാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മാതാപിതാക്കന്മാരോട് ചോദിച്ചു. അദ്ദേഹം രക്ഷിതാവും ചുറ്റും നിൽക്കുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുമാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഇരിക്കുന്ന രക്ഷിതാവിനേക്കാൾ ശക്തിയുള്ളവൻ ഈ സൃഷ്ടികളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് യാതൊരു സങ്കോചവും ഇല്ലാതെ പറഞ്ഞു. നമ്രൂദിനെയോ അവൻ്റെ സിംഹാസനത്തെയോ സ്വന്തം മകൻ വിലവെക്കുകയില്ലെന്നും ആസ്വദിക്ക് അദ്ദേഹത്തിന് അവിടെ നിർത്തുന്നത് അപകടകരമായിരിക്കുമെന്നും കണ്ടതിനാൽ മാതാപിതാക്കന്മാർ അദ്ദേഹത്തെയും കൊണ്ട് വേഗം മടങ്ങിപ്പോന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവായ ആസർ ഒരു വിഗ്രഹ നിർമ്മാതാവായിരുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അദ്ദേഹം നിർമ്മിച്ച വിഗ്രഹങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് സ്വന്തം മകനായ ഇബ്രാഹിമിനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ഇബ്രാഹിം അവയെപ്പറ്റി ഒരു മതിപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിഗ്രഹങ്ങളുടെ ഖണ്ഡങ്ങളിൽ കയറിയിട്ട് അവയെ തെരുവീതികളിൽ കൂടി വലിച്ചു കൊണ്ടുപോവുകയും യാതൊരു ഗുണദോഷങ്ങൾക്കും ശക്തിയില്ലാത്ത വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു വന്നു. അവസാനം വിഗ്രഹങ്ങൾ വാങ്ങാൻ ആളുകൾക്ക് ഇഷ്ടമില്ലാതായി. വിഗ്രഹങ്ങളെ താൻ പുഴക്കരയിൽ കൊണ്ടുപോയി അവർക്ക് വെള്ളം കാട്ടിയെന്ന് പരിഹാസ സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അവസാനം വർത്തമാനങ്ങളെല്ലാം ആസർ അറിഞ്ഞു. മകനെ, നീ അങ്ങനെയൊന്നും പറയരുത് എന്ന് മകനോട് അദ്ദേഹം ഉപദേശിച്ചു. അപ്പോഴാണ് ഖുർആനിൽ പറയുന്ന ചോദ്യം അദ്ദേഹം സ്വന്തം പിതാവിനോട് ചോദിച്ചത്: വിഗ്രഹങ്ങളെ അങ്ങ് ഇലാഹുകളാക്കുന്നുവോ? അങ്ങയെയും അങ്ങയുടെ ജനതയെയും പ്രകടമായ ദുർമാർഗത്തിലാണ് ഞാൻ ദർശിക്കുന്നത്. അദ്ദേഹം തൻ്റെ പിതാവിനെ ഇങ്ങനെ ഗുണദോഷിച്ചു: പിതാവേ, കാഴ്ചയ്ക്കും കേൾവിക്കും ഗുണദോഷങ്ങൾക്കും കഴിവില്ലാത്ത വസ്തുക്കളെ അങ്ങ് ആരാധിക്കുന്നത് എന്തിനാണ്? അങ്ങ് വഴികേടിലാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങേക്ക് ലഭിച്ചിട്ടില്ലാത്ത ജ്ഞാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങ് എന്നെ പിന്തുടരുവാൻ സന്നദ്ധനാണെങ്കിൽ അങ്ങേക്ക് ഞാൻ മാർഗദർശനം നൽകാം. പിതാവേ, അങ്ങ് പിശാചിനെ അനുഗമിച്ചു പോകുന്നത് സൂക്ഷിക്കണം. തീർച്ചയായും പിശാച് പരമകാരുണികനായ അള്ളാഹുവിൻ്റെയും അവൻ്റെ സന്മാർഗത്തിൽ ചരിക്കുന്നവരായ സജ്ജനങ്ങളുടെയും ശത്രുവാണ്. എൻ്റെ പിതാവേ, പരമകാരുണികൻ്റെ ശിക്ഷ അങ്ങയെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ്റെ വിരോധമായി പ്രവർത്തിക്കുന്നവൻ പിശാചിൻ്റെ സ്നേഹിതനായിത്തീരും. ആസറാവട്ടെ സ്വന്തം പുത്രൻ്റെ ഉപദേശമനുസരിച്ച് മതം ഉപേക്ഷിക്കാനോ നമ്രൂദിൻ്റെ വിരോധിയാവാനോ ഒരിക്കലും സന്നദ്ധനായില്ല. മകനെ ഇത്തരം ഉപദേശങ്ങളിൽ നിന്നും ഉദ്യമങ്ങളിൽ നിന്നും അകറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മേൽപ്പറഞ്ഞ ഉപദേശങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു: ഇബ്രാഹിമേ, എൻ്റെ ഈ ദൈവങ്ങളെല്ലാം നീ ഉപേക്ഷിക്കുകയാണോ? നീ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ
നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. മേലിൽ നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത്, എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. ആസറിൻ്റെ താക്കീതിന് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ മറുപടി പറഞ്ഞു: അള്ളാഹു അങ്ങയ്ക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ രക്ഷിതാവിനോട് മാപ്പിനപേക്ഷിക്കാം. നിശ്ചയമായും എൻ്റെ നാഥൻ എനിക്ക് കരുണ ചെയ്യുന്നവനാണ്. വിശ്വാസപരമായ കാരണങ്ങളാൽ മാതാപിതാക്കൾ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചാൽ തന്നെയും അവരോട് പകരം വീട്ടാൻ പാടില്ലെന്ന ഒരു നല്ല പാഠം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ മറുപടിയിൽ നിന്നും പണ്ഡിതന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അവസാനം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പിതാവിൻ്റെ താക്കീതനുസരിച്ച് സ്വന്തം വീട് വിടുവാൻ തന്നെ സന്നദ്ധനായി. അപ്പോൾ പിതാവായ ആസർ പറഞ്ഞു: നീ വ്യസനിക്കരുത്, നിന്റെ രക്ഷിതാവ് എത്ര വലിയവനാണ്, അവൻ നിന്നെ ഒറ്റപ്പെടുത്തുകയില്ല. സഹീഹ് ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: അന്ത്യനാളിൽ ആസർ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കും: വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്ന് ഞാൻ പറഞ്ഞത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ആസർ പറയും: സംഭവിച്ചതെല്ലാം സംഭവിച്ചു, ഇപ്പോൾ നിന്റെ വാക്ക് ഞാൻ അനുസരിക്കുന്നു. ആസർ ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കും: രക്ഷിതാവേ, ഖിയാമത്തിൽ നീ എന്നെ അപമാനത്തിൽ അകപ്പെടുത്തുകയില്ലെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടില്ലേ? സ്വന്തം പിതാവായ ആസർ ശിക്ഷയിൽ ഉൾപ്പെടുന്നതിൽ പരം ഒരു അപമാനം എനിക്ക് നേരിടാനുണ്ടോ? അപ്പോൾ അള്ളാഹു ഇങ്ങനെയാണ് മറുപടി പറയുക: ഇബ്രാഹിം, അവിശ്വാസികൾക്ക് സ്വർഗത്തെ ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ നരകശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനമില്ല. ഇതിൽ പിന്നെ നിന്റെ കാലടികളിലേക്ക് ദൃഷ്ടി തിരിക്കുക എന്ന് ഇബ്രാഹിം നബിക്ക് ഒരു ആജ്ഞ ലഭിക്കും. അപ്പോൾ ആസർ മണ്ണായി രൂപാന്തരപ്പെട്ട് അതിൽ നിന്ന് മറ്റൊരു ജീവി ഉടലെടുക്കുന്നത് കാണാം. പിന്നീട് ആ രൂപത്തെ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും കാണുക. മതപരമായ കാര്യങ്ങളിൽ ബന്ധുമിത്രാദികളെ കൊണ്ട് പരലോകത്തിൽ ഒരു രക്ഷയും ലഭിക്കുകയില്ലെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഈ തെളിവിൽ നിന്ന് സ്പഷ്ടമായിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവായ ആസർ വിഗ്രഹാരാധന ചെയ്തതിന് പുറമെ അവയുടെ നിർമ്മാതാവും ബാബിലോണിയയിലെ രാജകീയ വിഗ്രഹാലയത്തിൻ്റെ മേധാവിയും കൂടിയായിരുന്നു. ആസറിൻ്റെ കർശനമായ താക്കീത് നിമിത്തം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ദേശം വെടിഞ്ഞ് പാർസി രാജ്യത്തെ മലമ്പ്രദേശങ്ങളിലേക്ക് മാറി 7 കൊല്ലം കഴിച്ചുകൂട്ടി. അതിനിടയിൽ ആസർ മരിച്ചു പോയിരുന്നു. തൽസ്ഥാനത്ത് ആസറിൻ്റെ സഹോദരനാണ് നമ്രൂദിൻ്റെ വിഗ്രഹാലയ മേധാവിയായി നിയമിക്കപ്പെട്ടത്. 7 കൊല്ലം പാർസി രാജ്യത്ത് കഴിച്ചുകൂട്ടിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബാബിലോണിയയിൽ തന്നെ തിരിച്ചെത്തി. അനന്തരം അദ്ദേഹം വീണ്ടും ജനങ്ങൾക്ക് മതം ഉപദേശിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള ചരിത്രങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇപ്പം തന്നെ വീഡിയോ വല്ലാതെ നീണ്ടുപോയി. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ, നമ്മുടെ പൂർവികരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.